കാട്ടുപാതയിലൂടെ ഒരു ഗംഭീര യാത്ര, അതും ആനനെയൊക്കെ കണ്ടുകൊണ്ട്, നല്ല കാടിന്റെ പച്ചപ്പും കണ്ടുകൊണ്ട്, ഒരുപാട് നല്ല കാഴ്ചകളും കണ്ടുകൊണ്ട് നമുക്ക് പോകാൻ പറ്റുന്ന ഒരു ഗംഭീര ഫോറസ്റ്റ് റൂട്ട്. ഇതെല്ലാം നമുക്ക് എറണാകുളം ജില്ലയിൽ നിന്ന് വെറും 45 കിലോമീറ്റർ മാത്രം യാത്ര ചെയ്താൽ കിട്ടുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. മലയാറ്റൂരിൽ നിന്ന് അതിരപ്പള്ളിയിലേക്ക് പോകുന്ന വഴിയുടെ ഒരുപാട് നല്ല കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മലയാറ്റൂരിൽ നിന്ന് ഉച്ചയ്ക്ക് 3 മണിയോടെ യാത്ര ആരംഭിച്ചു. ഇവിടുത്തെ നക്ഷത്ര തടാകത്തിൻ്റെ ഭംഗിയെല്ലാം പോകുന്ന വഴിയിൽ തന്നെ ആസ്വദിച്ച് തന്നെ പോകാൻ പറ്റും. അവിടെ നിന്ന് വളരെ കുറച്ച് മുമ്പോട്ട് വരുമ്പോൾ തന്നെ ഒരു കാടിൻ്റെ ഭംഗിയെല്ലാം പതിയെ കണ്ടു തുടങ്ങും. ഇതുപോലൊരു ടി ജംഗ്ഷനിൽ റോഡ് അവസാനിക്കുമ്പോൾ വലത്തേക്കുള്ള വഴി കയറി പോയിട്ട് വേണം കണിമംഗലം ചെക്ക് പോസ്റ്റ് വഴി കാട്ടിലേക്ക് കയറാൻ. ഇവിടെ മരത്തണലിൽ കാണുന്ന ചെറിയ ചായക്കടയെ നിർത്തി വേണമെങ്കിൽ ഒരു ചായ എല്ലാം കുടിച്ച് യാത്ര തുടരാം. പോകുന്ന വഴിക്ക് വലതുവശത്തായിട്ട് ഇതുപോലത്തെ നല്ലൊരു ഭംഗിയുള്ളൊരു പാറമടയും കൂടി നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ കണിമംഗലം ചെക്ക് പോസ്റ്റ് ലക്ഷ്യമാക്കി യാത്ര തുടർന്നു. പോകുന്ന വഴി പുതിയ നല്ല കാഴ്ചകൾ കണ്ടു തുടങ്ങി. അങ്ങനെ അതെല്ലാം ആസ്വദിച്ച് യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു. ഒടുവിൽ ആ ചെക്ക് പോസ്റ്റിൽ നമ്മൾ എത്തിച്ചേരും. ഇവിടെ വണ്ടി നിർത്തി വണ്ടി നമ്പറും പേരും എല്ലാം പറഞ്ഞു കൊടുത്ത്, കാറാണെങ്കിൽ 25 രൂപയും ബൈക്കിന് 10 രൂപയും കൊടുത്ത് ഒരു പാസ് എടുക്കണം. അത് നഷ്ടപ്പെടാതെ സൂക്ഷിക്കുകയും വേണം. ഈ ചെക്ക് പോസ്റ്റ് മുതൽ അതിരപ്പള്ളി വരെ 24 കിലോമീറ്ററാണുള്ളത്. വനപാത ആയതിനാൽ വൈകുന്നേരം 6:30 ശേഷം വാഹനങ്ങൾ കടത്തിവിടുകയുമില്ല. കാരണം ആനകൾ നിരന്തരം സഞ്ചരിക്കുന്ന ഒരു റൂട്ട് കൂടിയാണിത്. ചുറ്റും റബ്ബർ കാടും അതിൻ്റെ വിസ്മയിപ്പിക്കുന്ന ഭംഗിയെല്ലാം ഈ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ ഉടനെ കണ്ടു തുടങ്ങും. ശരിക്കും ഇവിടുത്തെ ഏറ്റവും വലിയ ഗംഭീര റൂട്ട് എന്ന് പറയുന്നത് ആ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞതിന് ശേഷമുള്ള കുറച്ച് യാത്രകളാണ്. കാരണം അത്രമാത്രം ഗംഭീര ഡ്രൈവാണ് നമുക്ക് ഈ റൂട്ടിൽ കിട്ടുന്നത്. മറ്റൊരു ടി ജംഗ്ഷൻ വരുമ്പോൾ ഇവിടെ നിന്ന് വലത്തേ ഭാഗത്തേക്കാണ് നമുക്ക് പോകേണ്ടി വരുന്നത്. ഒരുപാട് വൈറലായ മാമലകണ്ടം ഹൈസ്കൂളിനോട് സാദൃശ്യം തോന്നിപ്പിക്കുന്ന കാലടി പ്ലാന്റേഷൻ ഹൈസ്കൂൾ നമുക്കിവിടെ കാണാൻ പറ്റും. അങ്ങനെ 9ാം ബ്ലോക്കിൽ നമ്മൾ എത്തിച്ചേരും. ഇവിടെ ഒരു ചെറിയ ഹോട്ടൽ ഉള്ളതുകൊണ്ട് ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് വേണമെങ്കിൽ യാത്ര തുടരാം. ഇവിടെ നിന്ന് ഇടത്തോട്ട് പോയാലാണ് അതിരപ്പള്ളിയിലേക്ക് പോകാൻ പറ്റുന്നതും നമുക്ക് ആ വഴി തന്നെയാണ് പോകേണ്ടതും. പക്ഷേ വലത്തോട്ട് കയറുമ്പോൾ കുറച്ച് നല്ല കാഴ്ചകൾ വേറെ കാണാൻ പറ്റും. എന്നിട്ട് 16ാം ബ്ലോക്കിൽ ഈ വഴി അവസാനിക്കുകയും ചെയ്യും. ആനകൾ സ്ഥിരം ഇറങ്ങുന്ന വഴി കൂടിയാണിത്. ഒട്ടും തന്നെ തിരക്കും ബഹളങ്ങളും ഇല്ലാത്തതിനാൽ വളരെ സ്വസ്ഥമായൊരു ഡ്രൈവായിരിക്കും ഈ റൂട്ടിൽ നമുക്ക് കിട്ടുന്നത്. ഇവിടെ കുറച്ച് തുറന്ന കാഴ്ചകളാണ് കുറച്ച് നേരത്തേക്ക് കിട്ടുന്നത്. പക്ഷേ വൈകാതെ വീണ്ടും ആ കാടിൻ്റെ വന്യതയിലൂടെ തന്നെ യാത്ര തുടരണം. ഒരുപാട് എണ്ണപ്പനകളുടെ സൗന്ദര്യം കൂടി ഈ വഴിയിൽ കാണാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ ആനയുടെ സാന്നിധ്യം കൂടി ഉണ്ടാവാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഇങ്ങനെ ശാന്തമായ അന്തരീക്ഷം കണ്ടുകൊണ്ട് യാത്ര ആസ്വദിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്കുള്ളതാണ് ഈ വഴി. അല്ലാതെ ഒരു സ്ഥലത്തേക്ക് പോയി ഇവിടെ കാണാൻ എന്തെല്ലാം ഉണ്ട് എന്ന് പ്രതീക്ഷിച്ച് വരുന്നവർക്കുള്ളതല്ല. ഈ വഴി കുറച്ചുകൂടെ മുമ്പോട്ട് പോയാൽ അവസാനിക്കും. എന്നാൽ കുറച്ചപ്പുറത്ത് ആന ഇറങ്ങിയതിനാൽ ഇവിടെ ഉള്ളൊരു ഫോറസ്റ്റ് ഓഫീസർ ഞങ്ങളെ കടത്തിവിട്ടില്ല. അതുകൊണ്ട് തന്നെ 16ാം ബ്ലോക്കിലെ കാഴ്ചകൾ എനിക്ക് ഇവിടം വരെ ചിത്രീകരിക്കാനേ പറ്റിയിട്ടുള്ളൂ. പക്ഷെ എന്നിരുന്നാലും കൂടെ ശാന്തമായ അന്തരീക്ഷത്തിൽ ഇങ്ങനെ ആസ്വദിച്ച് നിൽക്കാൻ തന്നെ ഒരു പ്രത്യേക രസമായിരുന്നു. അങ്ങനെ വന്ന വഴി അതേപോലെ തിരിച്ചു പോകുമ്പോൾ നമുക്ക് വീണ്ടും നമ്മൾ തിരിഞ്ഞ ജംഗ്ഷൻ കാണാം. അവിടെ നിന്ന് വീണ്ടും സ്ട്രെയിറ്റ് പോകുമ്പോൾ നമ്മൾ അതിരപ്പള്ളി ഭാഗത്തേക്കാണ് തിരിച്ച് വീണ്ടും പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 5:30 മണിയായിട്ടുണ്ട്.
അപ്പോൾ അതുകൊണ്ട് തന്നെ 6 മണി അല്ലെങ്കിൽ 6:15 തന്നെ നമുക്ക് ആ ചെക്ക് പോസ്റ്റ് ക്രോസ് ചെയ്ത് പോകണം. ഇവിടെ എത്തുമ്പോൾ വേറെ സംശയങ്ങളൊന്നും വേണ്ട, നേരെ തന്നെയാണ് നമുക്ക് പോകേണ്ടി വരുന്നത്. ചാലക്കുടി പുഴ നമ്മുടെ വലതുവശത്തായിട്ട് കാണാൻ പറ്റും. അങ്ങനെ വീണ്ടും എണ്ണപ്പനകൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു കാഴ്ച കണ്ടിരിക്കുമ്പോഴാണ് 3 ആനകൾ ഇങ്ങനെ നിരന്ന് നിൽക്കുന്ന ആ ഒരു കാഴ്ച കണ്ടത്. അങ്ങനെ ആ ചെക്ക് പോസ്റ്റിൽ നമ്മൾ ആ ടോക്കൺ തിരിച്ചു കൊടുത്തതിന് ശേഷം അവരത് തുറന്നു തരും. അപ്പോൾ നേരെ ഒരു 6 മണിയാകുമ്പോൾ നമ്മൾ എക്സിറ്റ് ചെയ്തിട്ടുണ്ടാവണം. നേരെ പോയി കഴിഞ്ഞാലാണ് ഏഴാറ്റുമുഖം ഭാഗത്തേക്ക് എത്തുന്നത്. നേരെ മറിച്ച് വലത്തോട്ട് പോയി കഴിഞ്ഞാലാണ് നേരെ അതിരപ്പള്ളിയിലേക്ക് കണക്ട് ചെയ്യണ ആ സിൽവർ സ്റ്റോം എന്ന് പറയുന്ന ആ ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കിൻ്റെ മുമ്പിലേക്ക് നമ്മൾ എത്തുന്നത്. നമ്മുടെയൊക്കെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ നിന്ന് വെറും 2 മണിക്കൂർ നീളുന്ന ഈ വനപാത നമുക്ക് തരുന്നത് നല്ലൊരു അനുഭൂതിയാണ്. പ്രത്യേകിച്ച് എറണാകുളം, തൃശ്ശൂർ ജില്ലയിലുള്ള ആൾക്കാർക്ക് വളരെ വേഗം പോയിട്ട് വരാവുന്ന ഒരു സ്ഥലം കൂടിയാണിത്.